ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ ഞങ്ങളൊരു മുന്നറിയിപ്പ് തന്നിരുന്നു. കാരണം നവകേരള സദസ് ഇനി തീരാൻ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കൊല്ലം ജില്ലയിലെ പര്യടനം ഏതാണ്ട് പൂർത്തിയാക്കി വരുന്നു. ഇനി ബാക്കി തിരുവനന്തപുരം ജില്ല മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നവകേരള സദസ് യാത്ര തീരാൻ പോകുമ്പോൾ ഇതിൻ്റെ കുട്ടിക്കലാശത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അതും ഇന്റലിജൻസ് പോലീസും അത് കണ്ടെത്തി. അതെന്താന്ന് വെച്ചാൽ ഇപ്പം യുവമോർച്ചയോ കോൺഗ്രസോ അല്ലെ യൂത്ത് കോൺഗ്രസോ ഇതിൻ്റെ ഈ ഒരു വിജയകരമായ ഈ യാത്രയുടെ ആ ഒരു പൊലിമ കുറയ്ക്കാൻ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു തരം എന്തെങ്കിലും തോന്നിയാസം. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NSUIയുടെ അതായത് KSUവിൻ്റെ ദേശീയ സംഘടനയായ NSUവിൻ്റെ ദേശീയ സെക്രട്ടറി മലയാളിയായ എറിക് സ്റ്റീഫനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വലിയതുറ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എറിക് സ്റ്റീഫൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ കാരണം പോലീസിൻ്റെ നോട്ടീസ് ഞങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ എറിക് സ്റ്റീഫൻ ബംഗളൂരുവിലെ എക്വിനോസ് ഡ്രോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന് അയച്ച സന്ദേശം ആവശ്യം ഡ്രോൺസ് വേണം. അതെങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റും, അതിൻ്റെ ചെലവെത്ര, കാര്യങ്ങൾ എത്ര. ഈ ഡ്രോൺസ് എന്തിനാണ്? NSUവിൻ്റെ ദേശീയ സെക്രട്ടറി മലയാളിയായ എറിക് സ്റ്റീഫൻ ബംഗളൂരുവിൽ ഒരു കമ്പനിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രോൺസ് വേണം എന്ന് പറയുന്നത് എന്തിനാണ്? പോലീസ് ഇന്റലിജൻസ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടാണ് പോയി പൊക്കിയത്. അവിടെ നിന്ന് പൊക്കിയിട്ട് നേരെ പിടിച്ചുകൊണ്ട് വന്നത് വലിയതുറ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്താണ് സംഭവം? ഡ്രോൺ പറത്തിയിട്ട് ഒരു സംഗമത്തെ, ഒരു സമ്മേളനത്തെ, അല്ല ഒരു ജനക്കൂട്ടത്തെ അതിൻ്റെ അകത്ത് ചില ഡിവൈസ് ഘടിപ്പിച്ചിട്ട് അക്രമം സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ് ഈ കാലത്ത്. നമുക്കറിയാം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പം പല യുദ്ധമേഖലയിലും യുക്രൈൻ അല്ലെ പലസ്തീൻ ഇവിടെയൊക്കെ നടക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ. അപ്പൊ ചെറിയ രൂപത്തിലെങ്കിലും ഒരു ചടങ്ങ് നടക്കുമ്പോൾ, നവകേരള സദസ് പോലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ, അത് അതിൻ്റെ അവസാന ലാപ്പിലെത്തി തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാക്കുക, ഒരു പുകമറ സൃഷ്ടിക്കുക. ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ കണ്ടല്ലോ, പുതിയ ലോക്സഭാ മന്ദിരത്തിൽ പുകബോംബ് കാരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു മൈലേജ് കിട്ടുമോ എന്ന് നോക്കുക. ഇതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ പോലീസ് തന്നെ അതിൽ ഇടപെട്ട് കഴിഞ്ഞു. ഈ പറയുന്ന എറിക് സ്റ്റീഫൻ KSUവിൻ്റെ ദേശീയ സംഘടനയായ NSUവിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്, വെറുമൊരു KSUക്കാരനല്ല. അപ്പൊ അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ കണ്ടെത്തട്ടെ. നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ എവിടെയായാലും പിടിക്കപ്പെടും. നവകേരള സദസ് വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഈ സദസ് അവസാനിച്ചു കഴിയുമ്പോൾ, ഈ യാത്ര തീർന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണണ്ട. ഈ കിട്ടിയ പരാതികളിൽ 14 ജില്ലകളിൽ നിന്ന് ഇതിപ്പോൾ 13 ജില്ലയിലേക്ക് പ്രവേശിച്ചു. ലക്ഷക്കണക്കിന് പരാതികളാണ് ഇത്രയും ജില്ലകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ പരിഹാരം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ് കഴിഞ്ഞ് 45-ാം ദിവസം പ്രഖ്യാപിക്കും എന്നാണ്. സദസ് 45 നവകേരള സദസ് 18-ന് തുടങ്ങി, അത് തീർന്ന് അതുൾപ്പെടെ കണക്കൂട്ടിയാൽ അധികം വൈകാതെ ഈ 45 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ എന്തൊക്കെ നടപടിയെടുത്തു എന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. സംശയമുള്ളവർ കാത്തിരിക്കുക, എന്താ നടക്കാൻ പോണേന്ന് കാത്തിരിക്കുക. ഓക്കെ.